ഇന്ന് ഞാൻ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരാറുള്ള കടച്ചക്ക കൊണ്ടുള്ള ഒരു തീയലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കടച്ചക്ക ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കടച്ചക്ക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവും. ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടച്ചക്കയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 5 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 2 വെളുത്തുള്ളി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിവയെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെയൊക്കെ കളറൊന്ന് ചേഞ്ച് ആയി അതൊന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ കടച്ചക്കയിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വരെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഈ കടച്ചക്ക വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം തേങ്ങ വറുത്തെടുക്കാൻ. നമ്മൾ തേങ്ങ വറുത്തെടുക്കുമ്പോൾ തീ കൂട്ടിയും കുറച്ചും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് വേണം വറുത്തെടുക്കാൻ. പിന്നെ ഈ തേങ്ങ വറുത്തെടുക്കുന്ന കൂടെ തന്നെ ഞാൻ ഒരു ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ ഒരു വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു പെരിഞ്ചീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമും അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ചട്ടിയുടെയും അതുപോലെ തേങ്ങയുടെയൊക്കെ ചൂട് കൊണ്ട് തന്നെ ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. അപ്പം ഞാനിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ പൊടികൾ ചേർത്തപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ 1 മിനിറ്റ് നമുക്കിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ പൊടികളൊന്ന് മൂത്ത് കിട്ടും, എന്നാൽ കരിഞ്ഞും പോകത്തില്ല. അപ്പോൾ ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഇപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ കപ്പിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ വറുത്തെടുത്തത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കടച്ചക്ക വെന്തോന്നും കൂടി ഒന്ന് നോക്കണം. ഞാൻ 4 വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ കടച്ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, എന്നാലും വെന്തുടഞ്ഞും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ വേണം നമ്മൾ കടച്ചക്ക വേവിച്ചെടുക്കാൻ. ഇനി ഞാൻ ഈ കടച്ചക്ക ഒരു മൺചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കുക്കറിൽ മതി എന്നുണ്ടെങ്കിൽ കുക്കറിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ അരച്ചെടുത്ത മിക്സിയുടെ കപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ചുറ്റിച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. വറുത്തരച്ച കറി വെക്കുമ്പോൾ ചിലർ കുറച്ച് ചാറോട് കൂടി തന്നെയാണ് കറി എടുക്കുക. ചിലരാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടായിരിക്കും എടുക്കുക. അപ്പോൾ നിങ്ങൾ ചാറോട് കൂടിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അല്ല ഗ്രേവി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇതിലിനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ തേങ്ങ വറുത്തെടുത്തപ്പോൾ അതിലേക്ക് ഞാൻ പെരിഞ്ചീരകവും ഗ്രാമ്പും ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരം ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കറി കുറച്ചൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. കുറച്ച് ചാറോട് കൂടി തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്.
വറുത്തരച്ച കടച്ചക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പിന്നെ കടച്ചക്കയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്